നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാഹുലേട്ടാ, ചായ. നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ? ശരിയാ, എനിക്ക് രാഹുലേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. പിന്നെന്തിനാ മടിക്കുന്നത്? എന്തായാലും നീ കാര്യം പറ. എനിക്ക് ഒരാഗ്രഹം തോന്നുന്നുണ്ട് രാഹുലേട്ടാ. എന്താഗ്രഹം? നീ കാര്യം പറ രാജി. എനിക്ക് പച്ചമാങ്ങ തിന്നാൻ കൊതിയാവുന്നു. രാഹുലേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് വാങ്ങിത്തരാവോ? ഇതാണോ കാര്യം? ഈ നിസ്സാര കാര്യം പറയാനാണോ നീ മടിച്ചു നിന്നത്? അത് ഞാൻ ഗർഭിണിയായ എന്റെ സ്വന്തം ഭാര്യയ്ക്ക് പച്ചമാങ്ങ വാങ്ങിക്കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? അത് ഞാൻ വാങ്ങിത്തരാം. സത്യമാണോ രാഹുലേട്ടാ? പിന്നെ നിന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞ. അപ്പൊ പിന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരേണ്ടത് എന്റെ കടമയല്ലേ? ഇവൻ എങ്ങനെയാ ഇങ്ങനെ ഒരു പെൺകൊന്തനായി പോയത്? കഷ്ടം. താങ്ക്സ് രാഹുലേട്ടാ. ദേ രാജി, ഇനി മേലാൽ എന്നോട് താങ്ക്സ് ഒന്നും പറയരുത് കേട്ടോ. പിന്നെ എന്താഗ്രഹം തോന്നിയാലും മടിക്കാതെ എന്നോട് പറയുകയും വേണം. പറയൂ. പറയാം. നിനക്കെന്താ രാഹുൽ, വട്ടായോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെന്താ പറയേണ്ടത്? നീ എന്തിനാ ആ രാജി പറയുന്ന താളത്തിൽ തുള്ളുന്നത്? നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചോ? അത് അമ്മേ, ഞാൻ പറ രാഹുൽ, എന്താ കാര്യം? എന്തിനാ എന്നോട് മറയ്ക്കുന്നത്? നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ? അത് പിന്നെ എനിക്കറിയില്ലമ്മേ. പക്ഷേ ഒന്ന് സത്യമാ, ഇപ്പൊ എന്റെ മനസ്സിൽ രാജിയോട് ദേഷ്യം തോന്നാറില്ല. ഞാനറിയാതെ എന്റെ ഉള്ളില് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേണ്ട രാഹുൽ, അത് ശരിയാവില്ല. രാജി നമുക്ക് യോജിച്ച പെണ്ണല്ല. അവളെ ഒഴിവാക്കുക വേണ്ടത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത അടുപ്പം വേണ്ട. അമ്മ പറയുന്നതൊന്നും മനസ്സിലാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. സത്യം പറഞ്ഞ എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലല്ല ഇപ്പോ. സോറി അമ്മ. രാഹുൽ, രാഹുൽ, അമ്മ പറയുന്നത് കേക്ക്. മിക്കവാറും ഗൗരിയുടെ കൂട്ട് പിടിച്ച് ഗംഗ ഏതോ മന്ത്രവാദിയുടെ കയ്യിന്ന് കൈവശോ കൂടോത്രോ ചെയ്ത് രാഹുലിന്റെ മനസ്സ് മാറ്റിയതാവും. എന്റെ മോനെ, എന്നിൽ നിന്നും അകറ്റാൻ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗംഗയെ ഞാൻ കൊല്ലും. അയ്യോ, ഇതെന്താ? അയ്യോ, 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 ശ്രേയ, അയ്യോ, അയ്യോ, അച്ഛാ, ഗംഗേ വാ, ഒരു സൂത്രം കാണിക്കാം. എന്താ മാളു? വാ, നല്ല രസാ. എന്താ മാളു, കാര്യം പറ. ഇപ്പൊ കാണാലോ. വാ വാ. ഇവർക്ക് ഇതെന്താ പറ്റിയത്? അറിയില്ല മഹിയേട്ടാ. നല്ല രസം.
മഹി, അയ്യോ, ഞങ്ങളെ രക്ഷിക്കണ. ഞങ്ങളെ ആരും തല്ലിക്കൊല്ലുന്നു. അതെ മഹി, ഞങ്ങൾക്ക് വേദനിക്കുന്നു. അയ്യോ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? വട്ടായോ 3 പേർക്കും? അല്ല മഹേട്ടാ, ഞങ്ങൾ ഈ തല്ലുന്നത് മഹേട്ട കാണുന്നില്ലേ? മഹി, ഗംഗയോടൊന്ന് പറ മോനെ, ഞങ്ങളെ രക്ഷിക്കാൻ. ഗംഗയോ? എന്താ അമ്മേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്? ഗംഗേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്. അയ്യോ, അതെ ഗംഗേ, ഞാൻ നിന്റെ അമ്മയല്ലേ. ഒന്ന് നിർത്തിത്താ. നീ എന്ത് മന്ത്രം ഉപയോഗിച്ചായിരുന്നാലും ഞങ്ങളൊന്ന് രക്ഷിക്കുക. ഇവരെന്തൊക്കെയാ ഗംഗ ഈ പറയുന്നത്? എനിക്കറിയില്ല മഹേട്ടാ. കഥയൊക്കെ പിന്നെ പറയാം. ആദ്യം ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്. സമാധാനായി. കണ്ടോ മോനെ, ദേ നിന്നു. എന്ത് നിന്നെന്ന്? നിങ്ങൾക്ക് 3 പേർക്കും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചോ. എന്തായാലും നല്ല രസമുണ്ട് അച്ഛാ കാണാൻ. ഗംഗേ വാ. ഇതെല്ലാം ആ ഗംഗയുടെ പണിയാണെന്ന് ഉറപ്പായില്ലേ? അതുകൊണ്ടല്ലേ അവള് പ്രാർത്ഥിച്ചപ്പോ ചോറിൽ അപ്രത്യക്ഷമായത്? അതെ നാത്തൂനെ, അവള് നമ്മുടെ കാലത്തെയാ. നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒക്കെ എങ്ങനെ ഇല്ലാതാക്കണം. അതെ, അവളെ നശിപ്പിക്കാന്നുള്ളൊരു പരിഹാരം മാത്രമേ ഇതിനുള്ളൂ. അയ്യോ, അയ്യോ, അവളെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ ഇനി ഗംഗയെ ഒന്നും പറയില്ല. അതെ, ഒരു തെറ്റ് പറ്റിപ്പോയതാ, ക്ഷമിക്കണം. അതെ, ഞങ്ങള് പാവങ്ങളാ, ഞങ്ങളൊന്നും ചെയ്യല്ലേ. ഈശ്വര, ഈ ഉപദ്രവങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടണമെങ്കിൽ ഗംഗയെ ഉടനെ തന്നെ ഇല്ലാതാക്കണം. ആരും അറിയാതെ അത് ഉടനെ ചെയ്തേ മതിയാവും. അയ്യോ, അതാ, അയ്യോ, 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 ഇനി ഞാൻ ഗംഗയെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുക പോലും ഇല്ല. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.